കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാ ചാനലുകളിലും ഒരു പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സിനിമ ഇന്ന് റിലീസാണ്. ഞാൻ ഷെയ്ൻ RDXന് ശേഷം ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. ഒരു ഫാമിലി എന്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും. കാരണം അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയ ഒരു സിനിമയാണ്. അപ്പൊ എല്ലാ ഓഡിയൻസിനും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അപ്പം ഒരു പേടിയും ടെൻഷനും ഇല്ലാതെ കുട്ടികളെ എല്ലാവരെയും തിയേറ്ററിൽ കൊണ്ടുവരാം. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഫണ്ണായൊരു സിനിമയാണ്. പിന്നെ നമുക്ക് ഇപ്പൊ എല്ലാ സിനിമയും കുട്ടികളെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീൻ ആയ ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ്. അപ്പൊ എനിക്കൊന്ന് കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ RDX റിലീസായപ്പം സാൻഡ്ര ചേച്ചിയുടെ പിള്ളേര് സാൻഡ്ര ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത്രേ, ഈ ചേട്ടനെ ഈ ചേച്ചിനെ വെച്ച് കളറുള്ള ഒരു പടം ചെയ്യോ, കളറുള്ള പടം കാണണമെന്ന്. അപ്പൊ അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ കളറുള്ള ഒരു പടമായിരിക്കും. കുട്ടികൾക്ക് കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ അതായിരിക്കും ദാറ്റ് കുഡ് ബി ദ കോൺസെപ്റ്റ്. ഈ വിവാദങ്ങൾക്ക് നടുവിലാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ സിനിമേനെ അത്തരം വിവാദങ്ങൾ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിവാദങ്ങള് സിനിമേനെ ബാധിക്കുമോന്ന് ചോദിച്ചാൽ വിവാദങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ബാധിക്കുമോ എന്നുള്ളത് ഇപ്പം എന്തായാലും നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ സിനിമ മാത്രമല്ലേ കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. സിനിമ കണ്ടിട്ട് ഓഡിയൻസ് പറയട്ടെ. അതെനിക്ക് ഞാനല്ല അത് പറയേണ്ട ആൾ. അത് സാൻഡ്ര ചേച്ചിയാണ് പറയേണ്ടത്. സാൻഡ്ര ചേച്ചി തന്നെ പറയുമായിരിക്കും. ടെൻഷനൊന്നുമില്ല. അങ്ങനെ ടെൻഷനില്ല. കാരണം സിനിമയെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും നല്ല സിനിമ ഓഡിയൻസ് രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും ഓബ്വിയസ് ആയി പടം റിലീസാകുമ്പോൾ അതിന്റേതായ ടെൻഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുണ്ട്. ശാന്ത തോമസ് പറഞ്ഞത് സിനിമ കാണുമ്പോൾ വിവാദങ്ങൾക്ക് മറുപടി കിട്ടുമെന്നാണ്. അപ്പൊ അങ്ങനെ അത് എന്തായിരുന്നു സാൻഡ്ര ചേച്ചിയോട് ചോദിച്ച ചോദ്യം? അതിപ്പം അത് ഷെയ്ന്റെ പേഴ്സണലായ കാര്യങ്ങൾ. അതിപ്പോ ഞാനെന്ത് പറയാനാ? അതിലെനിക്കൊന്നും പറയാനില്ല. പക്ഷെ എനിക്കിപ്പോ സിനിമയെ പറ്റി മാത്രമല്ലേ പറയാൻ പറ്റും. സിനിമയിൽ കോൺഫിഡൻസ് ഉണ്ട്. മഹിമയായാലും നമ്മുടെ ശ്രമം നടന്ന ഒരു ഇന്റർവ്യൂല് ഇതൊക്കെ സമയത്തിന് തീർക്കേണ്ട വിഷയങ്ങളായിരുന്നില്ല എന്നാണ് ചെയ്യുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു കാര്യം എത്തുമ്പം അതിൽ നിന്നുണ്ടാകും നമ്മൾ ഓരോന്നോരോന്ന് അങ്ങ് കൂടി പോവാന്ന് പറയുക. അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഇപ്പം പ്രൊഫഷണലി എനിക്ക് രണ്ടുപേരും വളരെ നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ പേഴ്സണലി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിച്ചതാണ്. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കേൾക്കുന്നവരെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലാതെ ഞാൻ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിലും സംസാരിക്കാറുണ്ട്. ഞങ്ങള് കോൺടാക്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ്. അല്ലാതെ തന്നെ ഞങ്ങള് കോൺടാക്റ്റിലുള്ള ആൾക്കാരാണ്. അതൊക്കെ ഉണ്ണി പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതിനിപ്പോ ഞാൻ പറഞ്ഞിട്ട് അമ്മ ഈ ചേച്ചിയെ ചേട്ടനെ വെച്ച് പകലുള്ളൊരു സിനിമ ചെയ്യും എന്ന് പറഞ്ഞതിന് പുറത്താണ് ഒരു സിനിമ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഷെയ്ൻ മഹിമ കോമ്പിനേഷൻ. അപ്പോൾ അതെല്ലാവരും കൈനീട്ടി സ്വീകരിക്കുന്നത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നുമില്ല. അത് ഷെയ്ന്റെ അഭിപ്രായം പറയുന്നു. അതിന് ഞാൻ എന്ത് പറയാം? എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാം. അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഏത് സിനിമയ്ക്കും അതിൻ്റെതായ വിധിയുണ്ട്. അപ്പം നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും, അല്ലാത്തതാണെങ്കിൽ തള്ളിക്കളയും എന്നുള്ളത് എനിക്ക് വേണ്ടത്. അതൊക്കെ വിവാദങ്ങളുണ്ട്. എന്നെ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കും. നമ്മുടെ സിനിമയുടെ കാര്യം GCCയിൽ ബാൻ ചെയ്യാനുള്ള കാര്യം സുഡാപ്പിയൊന്നുമല്ല. അതായത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരങ്ങനെ. സൂപ്പറായിട്ട് പാടിയല്ലോ. ഞങ്ങൾ പോലും ഇത്ര ഓർത്തിരിക്കത്തില്ലല്ലോ. പോട്ടെ വണ്ടി ചാടി.
മലയാള സിനിമ ഭയങ്കരമായ കളക്ഷൻസ് നേടുന്നു. അതായത് 100 crores 200 crores മലയാള സിനിമ അത് ഹിറ്റ് ഇത് ഹിറ്റ്, അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ലാത്ത ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമയെ കുറിച്ച് എല്ലാവരും ഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് സെയിൽസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. അപ്പോൾ ഇപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും വളരെയധികം പ്രതിസന്ധിയിലാണ്. മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ്, അതായത് 100 crores ഓടിയ സിനിമ പോലും സെയിൽ നടക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ്ലി തിയേറ്ററിക്കൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു സ്ട്രഗിൾ ആസ് എ ഫീമെയിൽ പ്രൊഡ്യൂസർ എനിക്ക് വളരെയധികം ഉണ്ട്. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ആണുങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ. അപ്പൊ എനിക്ക് അതിൻ്റെതായ ലിമിറ്റേഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിലും ടെർബോയും പോലുള്ള സിനിമകളുടെ തന്നെ സെയിൽ നടന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ ഒരു കൊച്ചു ചിത്രത്തിന്റെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതിൽ 100 crores 200 crores അല്ലെങ്കിൽ 70 crores 50 crores എന്നൊക്കെ പറയുന്ന സിനിമകളുടെ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അത് പിന്നെയും ഇതിന്റെയൊക്കെ സെയിൽ നടക്കുന്നുള്ളൂ. അല്ലാത്തതൊന്നും തീരെ പോകുന്നില്ല. ഇപ്പൊ എത്രയോ സിനിമകൾ ഒരു ആവറേജ് ആയിട്ട് ഓടിപ്പോയ സിനിമകളൊന്നും നിങ്ങൾക്ക് ഒരു സാറ്റലൈറ്റിലും കാണാൻ പറ്റില്ല, ഒരു OTT-ലും കാണാൻ പറ്റില്ല. കാര്യം ഇപ്പൊ ആർക്കും സിനിമ വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാര്യം എല്ലാവരും വെബ് സീരീസുകൾ ചെയ്യാണ്. ഇപ്പൊ സിനിമ വേണ്ട. അപ്പൊ സിനിമ എന്നുള്ളത് ഇനിയിപ്പം കംപ്ലീറ്റ്ലി തിയേറ്ററിക്കൽ എന്നുള്ള രീതിയിലേക്ക് മാറുന്നൊരു ഭയാനകമായ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മാറുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതാണ് സ്ഥിതി. എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നമ്മുടെ ജനങ്ങൾ വിചാരിച്ചാൽ എന്തത് ഇവിടെ അവിടെ സൗദിയിലുള്ള ഒരാൾക്ക് വേണ്ടി ഇത്രയും കോടി ഇവിടുന്ന് ജനറേറ്റ് ചെയ്തതല്ലേ? അത് എത്ര നേരം കൊണ്ടാണ്? അത് ഒരു സിനിമയിലേക്ക് ആ കളക്ഷൻ വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഇവിടെ ജനങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായ ഒരു കാര്യങ്ങളും. നിങ്ങൾ പോയി കഴിച്ചു, ഞാൻ വരുന്നു. You just ask them, they will say. Which movie? Australia കാണാൻ വന്ന ഏത് മൂവിയാ? Thank you.